നോമ്പ് ചിന്തകൾ 5-ാം ശനി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 9 വരെ തിരുവചനങ്ങൾ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയുടെ മലമുകളിലെ രൂപാന്തരീകരണം നാം കാണുന്നു. അവിടുത്തെ രൂപാന്തരീകരണത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഈശോയുടെ ദൈവിക സ്വഭാവത്തിൻ്റെ വെളിപാടാണ് നാം ദർശിക്കുന്നത്. മോശയും ഏലിയായും അവിടുത്തോട് സംസാരിക്കുന്നത് പഴയ നിയമം പുതിയ നിയമവുമായി സംവദിക്കുന്നതാണ്. മോശ തോറയെയും ഏലിയ ഇസ്രായേലിലെ പ്രവാചക പാരമ്പര്യത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. പത്രോസ് ഈശോയോട് പറയുന്നുണ്ട്, നാം ഇവിടെയായിരിക്കുന്നത് നല്ലതാണ്. അതായത് ദൈവാനുഭവത്തിൻ്റെ അനുഗ്രഹ നിമിഷത്തെ ശാശ്വതമാക്കാനുള്ള പത്രോസിൻ്റെ ആഗ്രഹമാണ് ഈ വാക്കുകളിൽ നാം കാണുക. എന്നാൽ മലമുകളിലെ ഈ നല്ല അനുഭവത്തിൻ്റെ കുളിർമയിൽ എന്നും കഴിയാതെ ഈശോ തൻ്റെ ശിഷ്യരെ ദൈവാനുഭവത്തിൻ്റെ മലമുകളിൽ നിന്നും സേവനത്തിൻ്റെ താഴ്വരകളിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും യഥാർത്ഥ ദൈവാനുഭവം സ്വന്തമാക്കുന്ന നാം ജീവിതത്തിൻ്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനാ അനുഭവങ്ങളും കൂദാശ അനുഭവങ്ങളും വ്യക്തിഗത ആനന്ദത്തിനുള്ളതല്ല, മറിച്ച് സാക്ഷ്യത്തിനും ശുശ്രൂഷയ്ക്കുമുള്ള ഊർജം പകരുന്നവയാകണം. അവർ ദൈവപിതാവിൻ്റെ ശബ്ദം അവിടെ കേൾക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇന്നത്തെ ലോകത്തിലെ വലിയ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ ദൈവസ്വരം നമ്മുടെ കാതുകളിൽ പതിക്കാനും അത് തിരിച്ചറിയാനും നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാം. ഈ നോമ്പുകാലത്ത് നമുക്ക് ദൈവസ്വരത്തിനായി കൂടുതൽ കാതോർത്തുകൊണ്ട് ദൈവാനുഭവം കൂടുതൽ സ്വന്തമാക്കി സഹോദരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.